CPI സംസ്ഥാന ഘടകത്തിൽ വീണ്ടും ഗ്രൂപ്പുകളുടെ കളിയാട്ടത്തിന് തുടക്കമായി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് വീണ്ടും ഗ്രൂപ്പുകൾ തലപൊക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് CPI രംഗത്തെത്തിയിരുന്നു. സീറ്റിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് നേതൃത്വം ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെ ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് സീറ്റിന്റെ കാര്യത്തിൽ ധാരണയായത്. തുടർന്ന് നടന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ CPI വീണ്ടും പ്രതിരോധത്തിലാവുകയായിരുന്നു. ഇതോടെ CPIയിൽ വലിയ തർക്കത്തിന് തുടക്കമാവുകയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പഴയ കാനം പക്ഷത്തിന്റെ ഏകോപനത്തിലായിരുന്നു. സുനീറിന്റെ പേര് നിർദ്ദേശിച്ചത് മുതൽ പിന്തുണച്ച് സംസാരിച്ചവർ ഒരേ സ്വരത്തിൽ തന്നെയായിരുന്നു. ഇതോടെ കാനം പക്ഷം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നുവെന്നും പഴയതുപോലെ ഏകോപനം നടന്നുവെന്നും വ്യക്തമാവുകയായിരുന്നു. ബിനോയ് വിശ്വം, PP സുനീർ, സത്യൻ മൊകേരി, P പ്രസാദ്, K രാജൻ എന്നിവരാണ് ഒരേ സ്വരത്തിൽ സംസാരിച്ചത്. എന്നാൽ എതിർ ശബ്ദങ്ങളില്ലാതെ PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കാനുള്ള നീക്കം നടന്നില്ല. സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച സുനീറിന്റെ പേരിന് ബദലായിക്കൊണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബുവിന്റെ പേരും ഉയർന്നു വന്നു. മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചത്. മുൻ മന്ത്രിയും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ E ചന്ദ്രശേഖരൻ അതിനെ പിന്താങ്ങുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം N രാജനും പ്രകാശ് ബാബുവിന്റെ പേരിനെ പിന്തുണച്ചു. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി GR അനിൽ പ്രകാശ് ബാബുവിനെ പിന്തുണച്ച് രംഗത്ത് വന്നതാണ് ഏറെ ശ്രദ്ധേയമായത്. നേരത്തെ ഇസ്മയിൽ പക്ഷക്കാരനായ അനിൽ പിന്നീട് കാനം പക്ഷത്തേക്ക് മാറിയ നേതാവാണ്. ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നതാണ് നല്ലത്. ദേശീയ സെന്ററിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാവിനെ സംഭാവന ചെയ്യാൻ ഇതിലൂടെ കഴിയുമെന്നും GR അനിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മന്ത്രി K രാജനും P പ്രസാദും കാനം പക്ഷത്തിന്റെ ശക്തമായ വാക്താക്കളായിട്ടാണ് സംസാരിച്ചത്. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായ PP സുനീറിനെ തന്നെ രാജ്യസഭയിലേക്ക് അയക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു അവരുടെ നിലപാട്. മന്ത്രി J ചിഞ്ചുറാണി ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂനപക്ഷത്തു നിന്നുള്ള നേതാവ് എന്നതായിരുന്നു PP സുനീറിന്റെ അനുകൂല ഘടകമായി നേതൃത്വം ഉയർത്തിക്കാട്ടിയത്. പാർട്ടി നേതൃത്വത്തിലെ ന്യൂനപക്ഷ മുഖമായ സുനീറിന് അർഹമായ സ്ഥാനം നൽകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നതെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിശദീകരണം. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷമുള്ള കാനം പക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതിനായി കാനത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചില വൈകാരിക പ്രതികരണങ്ങളും നേതൃത്വം നടത്തി. കാനം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ ആലോചിച്ചിരുന്നു എന്നതായിരുന്നു തന്ത്രപരമായ പരാമർശം. ഇതോടെ കാനം പക്ഷത്തിന്റെ ഏകോപനത്തിന്റെ ഭാഗം ആകാതിരുന്ന മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും PP സുനീറിനെ പിന്തുണച്ചു. അങ്ങനെ വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് പഴയ കാനം പക്ഷം ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിന് മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവിനെ തഴഞ്ഞ് സുനീറിനെ രാജ്യസഭാംഗമായി നിശ്ചയിച്ചത്. എന്നാൽ സുനീറിന് വേണ്ടി നടത്തിയ നീക്കം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വലിയ ചർച്ചയായി മാറുകയായിരുന്നു. മുസ്ലിം കേഡർ എന്നതിലുപരി കാനം പക്ഷത്തിന് ഉറച്ചു നിന്നതിന്റെ പ്രതിഫലമാണ് PP സുനീറിന് ലഭിച്ച രാജ്യസഭാ സീറ്റ് എന്നാണ് CPI ഉയരുന്ന വിമർശനം. കാനത്തിന്റെ വിശ്വസ്തനായി നിന്ന് ഗ്രൂപ്പിന്റെ മുഖം കാത്തത് സുനീറായിരുന്നു. അതാണ് മാനദണ്ഡമായതെന്നാണ് യോഗത്തിന് ശേഷം ഒരു മുതിർന്ന നേതാവ് ചൂണ്ടിക്കാട്ടിയത്. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷവും സുനീർ ഭവന നിർമ്മാണ ബോർഡ് വൈസ് ചെയർമാൻ പദവിയിൽ തുടരുകയായിരുന്നു. ഇത് സുനീറിന് കാലം നൽകിയ പ്രത്യേക ഇളവായിരുന്നു. സാധാരണ സംഘടനാ ചുമതല വഹിക്കുന്ന നേതാക്കൾ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാകുകയാണ് പതിവ്. എന്നാൽ സുനീർ 2 പദവികളും കൊണ്ടു നടന്നു. പാർട്ടിയിൽ കാനം പക്ഷത്തിന്റെ അപ്രമാദിത്യം നിലനിൽക്കുന്നതിനാൽ ആരും ചോദ്യം ചെയ്യാനും മുതിർന്നില്ല. ചോദ്യം ചെയ്തവരെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്തു. പാർട്ടിയുടെ ധനസമാഹരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒഴിച്ചാൽ നല്ല പ്രസംഗികനോ സംഘാടകനോ ആയ നേതാവല്ല PP സുനീർ. പാർലമെന്ററി സ്ഥാനങ്ങൾ വഹിച്ച് പരിചയമില്ലാത്തതിനാൽ ഉപരിസഭയായ രാജ്യസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്.